പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ച പയറൊക്കെ ഇങ്ങനെ വലുതായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ ഇലൻ്റെ മേലെ ഇങ്ങനെ കിടന്നുകൊണ്ട് ചുരുണ്ട് കിടന്നാണ്. ഇതൊക്കെ കണ്ടില്ല, നല്ല നീളത്തിൽ. ഇത് മീറ്റർ പയറാണ് കേട്ടോ, നല്ല നീളത്തിൽ വളരുന്ന പയറാണ്. അതിൻ്റെ ഇടയിലായിട്ട് പയറിൻ്റെ വിത്ത് മുളക്കാത്തോടുത്ത് നമ്മൾ സ്കൂളിലെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് മുളപ്പിച്ച ചെറുപയർ തൈകൾ നട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാഴ്ചതായിട്ട് മുന്നേ വീഡിയോയിലും കാണിച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ അതിൽ ഉണങ്ങിയ പയർ നമ്മൾ പറിച്ചെടുക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതിൽ 2 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കുറച്ച് അധികം തൈകൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ അതിൻ്റെ ഇടയിൽ നട്ടതുകൊണ്ട് ഇങ്ങനെ അരയായിട്ട് നോക്കിയിട്ടൊന്നുമില്ല. എന്നിരുന്നാലും അത് വളർന്ന് പൂവിട്ട് കായ്ച്ച് ഇപ്പോൾ കണ്ടില്ല, ചെറുപയർ പൊട്ടിക്കാനുള്ള രീതിയിലായി ഒക്കെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ ചെടികളിലും ചെറുപയർ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അത് തുറന്ന് നോക്കുക കേട്ടോ. കണ്ടോ, ചെറുപയർ ഇങ്ങനെ ഉണങ്ങിയിട്ട് നല്ല കറക്റ്റ് ഉണക്കമൊക്കെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി വെയിലത്തിട്ട് ഉണക്കിയാൽ സെറ്റാവും. ഇത് നമ്മൾ വിളവ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടൊന്നും നട്ടതല്ല. പയർ പോയ സ്ഥലത്ത് ഇടയിൽ ഇങ്ങനെ കുത്തിയിട്ടതായിരുന്നു. പക്ഷേ കണ്ടില്ല, നല്ല ചെറുപയർ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇതൊരു കൃഷി രീതിയിൽ വിളവെടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവും. ആദ്യമായിട്ടുണ്ടോ ഞാൻ ചെറുപയർ കുത്തിയിട്ടിട്ട് വിളവ് കിട്ടുന്നത്. മുന്നൊക്കെ നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ മുളപ്പിക്കും, അത് ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കും, അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം ജസ്റ്റ് അതിൻ്റെ ഇടയിൽ വെറുതെ വെച്ച് നോക്കിയാണ്. അപ്പോൾ കണ്ടില്ല, ചെറുപയർ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പയറിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.